SDPIയുടെ പിന്തുണ തള്ളാത്ത CPIM നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയും രംഗത്തെത്തിയിരുന്നു. SDPIക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലുള്ള ഏറ്റവും നല്ല CJP-കാരൻ മുഖ്യമന്ത്രിയാണ്. SDPI നേതാക്കൾക്ക് എതിരെയുള്ള കള്ളക്കേസുകൾ BJP പിൻവലിക്കാൻ കേരളത്തിലെ SDPIയുടെ പിൻബലം CPIM വിലയ്ക്ക് വാങ്ങിയതാണ്. ഇത് ഡീൽ ആണ് എന്നും KM ഷാജി ആരോപിച്ചു. വളരെ ഔദ്യോഗികമായി പറയുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നത് SDPIയുടെ നേതാക്കന്മാർ ജയിലിലാണ്. ഞങ്ങൾക്കതിൽ സന്തോഷമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല. അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് കേസിൽ ലഘൂകരിക്കാൻ മോദിയോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരാളെ ഉള്ളൂ കേരളത്തിൽ. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. മോദിയോട് SDPIക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല CJP-കാരൻ അത് സഖാവ് പിണറായി വിജയനാണ്. ഇത് ഡീലാണ്. SDPI നേതാക്കന്മാർക്കെതിരെയുള്ള കള്ളക്കേസുകളെ BJP പിൻവലിക്കാൻ കേരളത്തിലെ SDPIയുടെ പിൻബലം CPM വിലക്കു വാങ്ങിയതാണ്. തീക്കൊള്ളി കൊണ്ടാണ് സഖാവ് പിണറായി വിജയ ഈ കളിക്കുന്നത്. ഇത് വർഗീയതയാണ്. നിങ്ങൾ ഈ കളിക്കുന്ന കളിക്ക് കേരളത്തിലെ വേങ്ങരയിലെ സഖാക്കൾ, വേങ്ങരയിലെ മനുഷ്യർ തരുന്ന അടിയുണ്ടല്ലോ, അത് താങ്ങാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാവില്ല. ഇതാണ് KM ഷാജിയുടെ ആരോപണം. പ്രത്യേകിച്ച് മലബാർ മേഖലയിലടക്കം SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ CV അനുമോദ് കൂടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, 114 സീറ്റുകൾ, ബാക്കി വരുന്ന 36 സീറ്റുകൾ, ഇതിൽ 114 മണ്ഡലങ്ങളിൽ SDPIയുടെ പിന്തുണ ആർക്ക് എന്നതായിരുന്നു ചോദ്യം. അവിടെയാണ് BJPയെ വിജയിപ്പിക്കാതിരിക്കുക എന്നതാണ് തങ്ങളുടെ അജണ്ട. അതുകൊണ്ട് തന്നെ UDF-നും LDF-നും വോട്ട് ചെയ്യും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഒപ്പം SDPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരുടെ ചിഹ്നം എന്നത് കത്രികയാണ് എങ്കിൽ LDF-ന്റെ സ്വതന്ത്രർ മത്സരിക്കുമ്പോഴും അതേ ചിഹ്നം തന്നെയാണ്. ഇതെല്ലാം ഒരു ധാരണയുടെ ഭാഗമാണ് എന്ന മട്ടിൽ ആണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും കൃത്യമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രിയോട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയോടൊക്കെ ഈ ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നത്. ഡീൽ എന്ന വിഷയവും SDPI വിഷയവും സജീവമായി മലബാർ മേഖലയിൽ UDF കൊണ്ടുപോവുകയാണ്. അഭിലാഷ്, KM ഷാജി വേങ്ങരയിൽ നടത്തിയ പ്രസംഗമാണ് നമ്മൾ ആദ്യം കേട്ടത്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, മുഖ്യമന്ത്രി SDPIക്ക് വേണ്ടി ഡീൽ ചെയ്യുകയാണ് BJPയുമായിട്ടെന്ന്. അതായത് SDPIക്കെതിരായ കേസുകൾ, അവരുടെ നേതാക്കൾക്കെതിരായ കേസുകൾ അത് പിൻവലിക്കാൻ BJPയുടെ സഹായം മുഖ്യമന്ത്രി വഴിയാണ് തേടുന്നത്. SDPI BJP ഇവർക്കിടയിൽ പിണറായി വിജയനാണ് നിൽക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയും SDPIയും ഡീലിലാണ് ഇക്കാര്യത്തിലുള്ളത് എന്നാണ് KM ഷാജിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മലബാറിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായി UDF ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമാണ് SDPയുടെ സ്ഥാനാർത്ഥികൾക്കും മലബാറിലെ, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഇടത് സ്വതന്ത്രന്മാർക്കും ഒരേ ചിഹ്നമാണ് കത്രിക. അതായത് വേങ്ങരയിലെ ഇടത് സ്വതന്ത്രനായ സബാഹ കുണ്ടുപുഴയ്ക്കലിനും നിലമ്പൂരിലെ ഇടത് സ്വതന്ത്രനായ U ഷറഫ് അലിക്കും മഞ്ചേരിയിലെ ഇടത് സ്വതന്ത്രനായ VM മുസ്തഫയ്ക്കും കത്രികയാണ് ചിഹ്നം അനുവദിച്ചിട്ടുള്ളത്. ഇത് SDPയുടെ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നം കൂടിയാകുമ്പോൾ ഇവരുടെ SDPയുടെ പിന്തുണയോടെയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്നൊരു സന്ദേശം കൂടി നൽകാനാണ് ഇവിടെ ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന് SDPയുടെ വോട്ടുകൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ലഭിക്കാനുള്ള ഡീൽ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രം അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായിട്ടും UDF ഉന്നയിക്കുന്ന ഒരു ആരോപണം. നമുക്കറിയാം, SDPയുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി വലിയ തോതിൽ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിഹ്നം പ്രധാനപ്പെട്ട ഒരു തെളിവാക്കിക്കൊണ്ട് UDF ഇത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. വേങ്ങരയിലെ സ്ഥാനാർത്ഥിയായ സബാഹ കുണ്ടുപുഴയ്ക്കൽ കഴിഞ്ഞ തവണയും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സ്വതന്ത്ര പിന്തുണ, അതായത് SDPയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അന്ന് മത്സരിച്ച വ്യക്തി കൂടിയാണ് സബാഹ കുണ്ടുപുഴയ്ക്കൽ. അദ്ദേഹം അന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ തവണത്തെ SDPയുടെ പിന്തുണയുള്ള മത്സരത്തിന്റെ സാഹചര്യങ്ങൾ ചോദ്യമുയർന്നപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇത് എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും ഈ ചിഹ്നത്തിന്റെ കൂടി കാര്യങ്ങൾ വരുമ്പോൾ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് UDF ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ 3 ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്ക് SDPയുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുള്ള അതേ ചിഹ്നം തന്നെ നൽകുന്നത് SDPയും ഇടതുപക്ഷവുമായിട്ട് ഡീലാണെന്നാണ് തുറന്നു പറയുന്നത്. ഒരു പടി കൂടി ഉയർന്ന് KM ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് SDPയെ സഹായിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലും മലബാറിലും
SDPI CPM ബന്ധം വലിയ വിഷയമായി ഉന്നയിക്കുവാൻ തന്നെയാണ്, ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുവാൻ തന്നെയാണ് UDF ആലോചിക്കുന്നത്. യെസ്, അത്തരത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കുക, അതായത് SDPIയുമായുള്ള ബന്ധത്തിൽ കൃത്യമായി വോട്ട് വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിൽ തന്നെയായിരിക്കും വരും മണിക്കൂറുകളിലും ഇനി UDF കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ധാരണയില്ല, പിന്തുണ തേടിയിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. പക്ഷേ അദ്ദേഹം വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി അല്ലല്ലോ ഞാൻ പറയേണ്ടത് എന്ന നിലയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനവും അവസാനിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് UDF കേന്ദ്രങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.